CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരത്തിൽ നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ ചായമുക്ക് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും വന്ന കാറും പിക്കപ്പ് ലോറിയുമാണ് ഒരേ സമയം റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട്ടെ ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിൽപ്പന നടത്തിയ സമൃദ്ധി ലോട്ടറിക്ക് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ. എന്നാൽ ഇതേ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ഇതര സംസ്ഥാന തൊഴിലാളിക്ക് 2 നമ്പറുകൾക്കാണ് ഒന്നാം സമ്മാനം നഷ്ടമായത്. ചെർപ്പുളശ്ശേരി നഗരത്തിൽ നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ആശുപത്രി ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾക്കും നിലവിലെ പരിഷ്കരണം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജനങ്ങളുടെ ശബ്ദം അവഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ സമരക്കാർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! പ്രതിഷേധം പ്രതിഷേധം! രൂപം മാറും ഭാവം മാറും. സമരത്തിന്റെ രൂപം മാറും. കുട്ടികളെ വിട്ട് തല്ലാറുണ്ട് കേരളക്കരുത്. പ്രതിഷേധ മാർച്ച് UDF ഷൊർണൂർ നിയോജക മണ്ഡലം ചെയർമാൻ
ടി ഹരിശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല. ഇവിടെ ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അനാവശ്യമായി ഒരു സമരം ചെയ്തിട്ടില്ല. ഇതാ പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ 5 രൂപ കൂട്ടി 10 രൂപ അതിന്റെ പേരിൽ ഞങ്ങൾ നടത്തിയില്ല. കാരണം കാലോചിതമായിട്ട് ഒരു 5 രൂപ കൂട്ടുകാണിച്ചാൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. പിന്നെ ദീപേഷ് സ്റ്റാൻഡിംഗ് അതിന്റെ വികസന സമിതിയിലുണ്ട്. ഈസാക്ക് പറഞ്ഞു ഇതൊന്നും കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. UDF കൂടി കയറിയതിന്റെ പിറ്റേ ദിവസം കൂടുക. എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാലോ. ഈ നൊണയും പൊന്നാരൊക്കെ പറഞ്ഞ് നടക്കേണ്ട കാലം കഴിഞ്ഞു. ജനങ്ങളൊക്കെ നന്നായി വായിക്കുന്നുണ്ട്, ജനങ്ങൾ വിവരം അറിയുന്നുണ്ട്. വിവരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിപ്പിക്കേണ്ടി വരും. ഞാനിത് പറയാ, വിനോദ് കളത്തോടിയോ ഒരു അനീഷ് മുടിക്കുന്നനോ മാത്രമല്ല ഈ സമരത്തില്. ഈ സമരം ഇതുകൊണ്ട് തീർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ വിശ്വാസികളെ വെച്ച് ഞങ്ങൾ ഇവിടെ ഒരു സമരം ഉണ്ടാവും. അതിനെ നേരിടാൻ ഞാൻ CI സാറിനോടും കൂടെ ഒന്നും കൂടി അപേക്ഷിക്കാം. അവിടെ വെച്ചിട്ട് ഒരു ചർച്ച നടത്തണം. നിയമം പാസാക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് മാത്രം ഞങ്ങൾ ഇവിടെ വന്നപ്പോ കുറെ പോലീസുകാർ വന്ന് നിങ്ങൾ തടുക്കുന്നു. അതിൽ ഞങ്ങൾക്ക് നിയമം ഞങ്ങൾ പാലിക്കും. നിങ്ങളൊരു കലഹമുണ്ടായി തീർക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവുമില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി അധ്യക്ഷത വഹിച്ചു. അവിടെ ഞങ്ങളുടെ കൗൺസിലർമാർ ഓട് പൊളിച്ചു വന്നവരൊന്നുമല്ല. ഞങ്ങള് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നവരാണ് ഞങ്ങളുടെ കൗൺസിലർമാര്. പിന്നെ കാര്യങ്ങൾ പറയുമ്പോ കടക്കുമ്പുറത്ത് അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി ചോദിക്ക് ആ വക രീതിയിലുള്ള സംസാരമൊക്കെ വേണമെങ്കിൽ പൊന്നാര വൈസ് ചെയർമാനെ നിങ്ങളോട് പറയുന്നു, പൂനെയിലുള്ള നിങ്ങളുടെ വീട്ടിലേക്ക് സക്കാത്ത് വാങ്ങാൻ വന്നവരല്ല ഞങ്ങള് ജയിച്ചു കയറി വന്നവരോട്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് കേവലം 2 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറണം. നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് എല്ലാരും വാങ്ങിയത് ആ ചെരോര പ്രയോഗ നിങ്ങൾ എല്ലാരും വാങ്ങിയത് ഞങ്ങൾ ഒഴിവായിക്കോളി. നിങ്ങൾ വാങ്ങിയത് പേര് പറയും. അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ബസ് സ്റ്റാൻഡ് മുതലാളിമാരെ ബസ് സ്റ്റാൻഡിലെ കെട്ടിട ഉടമകളെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ടെലിഫോൺ മുഖേനയോ നേരിട്ടോ സാമ്പത്തികമായോ വഴിവിട്ടോ എന്തെങ്കിലും ബന്ധം കോൺഗ്രസ് നേതാക്കന്മാരോടുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ. അല്ല, മാർക്സിസ്റ്റുകാരുടെ കയ്യിലാണോ എന്നാ നിങ്ങൾ വെളിപ്പെടുത്ത്. ഞങ്ങൾക്കിപ്പോ സംശയതാ. കാരണം എന്താ അറിയോ? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ദുർവാസി ചെർപ്പശ്ശേരിയിലെ നിങ്ങൾ അധികാരത്തിലെത്തിയ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ബാധ്യതയും ഇല്ലാതെ ബസ് സ്റ്റാൻഡിലെ കെട്ടിട മുതലാളിമാർക്ക് വേണ്ടി മാത്രം വീടുവായത്തം ചെയ്യാൻ ഒരു നഗരസഭാ ഭരണം വേണോ? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P സുബീഷ്, കോൺഗ്രസ് നേതാക്കളായ K ഉണ്ണികൃഷ്ണൻ, സലീം കാറൽമണ്ണ, അനീസ് മുടിക്കുന്നൻ, ആഷിഖ്, നഗരസഭാ കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, സുമിത്ര, അശോകൻ, പ്രജിത്ത് എന്നിവരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. ഒരേ നാമധാരികളുടെ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങും സാന്ത്വന സംഗമവും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയുടെ കൗതുകവും രസവും അത് തന്നെയാണ്. നാട്ടിലെമ്പാടുള്ള നൗഷാദുമാര് ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കുന്നു. അവരുടെ അതേ പേരിലുള്ള എന്നാൽ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ജീവിതശൈലിയിലുള്ള മനുഷ്യന്മാരെയൊക്കെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിന് വേണ്ടി ഉപകാരം ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടായ്മയെ തയ്യാറാക്കിയെടുക്കുന്നു. എല്ലാ വർഷവും നടത്തി വരുന്ന നൗഷാദ് അസോസിയേഷന്റെ കൂട്ടായ്മ ഇതുപോലെയുള്ള ഒരു മീറ്റപ്പ് ഇപ്രാവശ്യം പുത്തനങ്ങാടി പാലിയേറ്റീവിലായി എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഒരു നൗഷാദ് ഈ പാലിയേറ്റീവിനെ ഏറ്റവും ഗ്രേസ്ഫുള്ളി ഏറ്റവും ഗംഭീരമായി കൊണ്ടുനടക്കുന്ന നൗഷാദ് പുത്തനങ്ങാടി നിർവഹിച്ച് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നൗഷാദ്. അങ്ങാടിപ്പുറം പാലിയേറ്റീവ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലയിലെ SSLC +2 LSS മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നൌഷാദുമാരുടെ മക്കളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്കായുള്ള പുരസ്കാരങ്ങൾ നജ്മ തബ്ഷീർ സമ്മാനിച്ചു.
എല്ലാ കുട്ടികൾക്കും നമ്മുടെ ട്രോഫി ഐസി മുഹമ്മദ് ഐബ LKG. നമ്മുടെ സപ്രേഷാളാണ്, സപ്രേഷാള് മോളാണ്. നൌഷാദ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് പാതാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നൌഷാദ് ആലിക്കപ്പറമ്പൻ സ്വാഗതം പറഞ്ഞു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, നൌഷാദ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി നൌഷാദ് ബ്രോഡ്വേ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നി, വാർഡംഗങ്ങളായ ഹാജറ ഹുസൈൻ, സി കുഞ്ഞിമൊയ്തീൻ, ഭാരവാഹികളായ നൌഷാദ് ആലപ്പുഴ, നൌഷാദ് റാവുത്തർ തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ ട്രഷറർ നൌഷാദ് പുത്തനങ്ങാടി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട്ടെ ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിൽപ്പന നടത്തിയ സമൃദ്ധി ലോട്ടറിക്ക് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ. എന്നാൽ ഇതേ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ഇതര സംസ്ഥാന തൊഴിലാളിക്ക് 2 നമ്പറുകൾക്കാണ് ഒന്നാം സമ്മാനം നഷ്ടമായത്. ഒരേ നിമിഷം ഒരേ ലോട്ടറി കടയിൽ ഭാഗ്യത്തിന്റെയും നിർഭാഗ്യത്തിന്റെയും 2 മുഖങ്ങൾക്കാണ് മണ്ണാർക്കാട് സാക്ഷ്യം വഹിച്ചത്. ഒരാൾക്ക് ജീവിതം മാറ്റിമറിച്ച മഹാഭാഗ്യമായി മാറിയപ്പോൾ മറ്റൊരാൾക്ക് അത് തൊട്ടടുത്തെത്തി കൈവിട്ടുപോയ വലിയ നിരാശയായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും ജീവിത പ്രാരാബ്ധങ്ങളും കാരണമാണ് 2 മാസം മുൻപ് മായ എന്ന സ്ത്രീ മണ്ണാർക്കാട് ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിക്ക് കീഴിൽ ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നത്. ജീവിതം കരുപിടിപ്പിക്കാൻ നോക്കിയ മായയുടെ കൈകളിൽ നിന്നും വിറ്റ സമൃദ്ധി ലോട്ടറിക്കാണ് ഇത്തവണ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ അടിച്ചിരിക്കുന്നത്. നമ്മളോട് രാവിലെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാം. കാരണം ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കണം, 1 വർഷം കഴിയുമ്പോൾ നമ്മൾ വാടക വീട് മാറിക്കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നാൽ നമുക്ക് ആരും ഇറക്കി വിടാത്ത രീതിക്ക് അങ്ങനെ ഒരു ചെറിയൊരു വീട് വെച്ച് 2 സെന്റ് സ്ഥലം വാങ്ങിയിട്ടിരിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉള്ളത്. അതിന് ചെറിയ വഴി എന്തായാലും ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ദൈവങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ നന്ദി. ഞങ്ങളിവിടെ അമ്പലത്തിന്റെ ഇവിടെ വന്നപ്പോ തന്നെ ആകെ ദൈവത്തിന്റെ അടുത്ത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളെ നോക്കണം, അത്ര തന്നെ. കച്ചവടം തുടങ്ങി വെറും 2 മാസത്തിനുള്ളിൽ തന്റെ കടയിൽ നിന്നും 1 കോടിപതിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് മായയും കുടുംബവും. എന്നാൽ ഈ വലിയ സന്തോഷത്തിന് തൊട്ടപ്പുറത്ത് വലിയൊരു നിരാശയുടെ കഥയുമുണ്ട്. ഇതേ കടയിൽ നിന്നു തന്നെ ഭാഗ്യം തേടി ലോട്ടറി എടുത്ത ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കാത്തിരുന്നത് നിർഭാഗ്യത്തിന്റെ കൈപ്പേറിയ നിമിഷമായിരുന്നു. 2 നമ്പറിലെ 1 करोड़ പോയി. 2 नंबर के लिए 1 करोड़ चला गया मेरा. പോയി. പോയി. ओके. टिकट है 2 नंबर में. ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് നമ്പറിനോട് തൊട്ടടുത്തു നിൽക്കുന്ന ടിക്കറ്റ് ആയിരുന്നു ഇയാൾക്ക് ലഭിച്ചത്. കേവലം 2 അക്കങ്ങളുടെ വ്യത്യാസത്തിലാണ് 1 കോടി രൂപ എന്ന സ്വപ്ന നേട്ടം തൊഴിലാളിക്ക് നഷ്ടമായത്. CCN മണ്ണാർക്കാട്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. നിലവിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാലാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത്
ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്തു തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് CCN. മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശവുമായി ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മാരത്തോൺ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, യുവാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി 100 കണക്കിന് പേർ മാരത്തോണിൽ പങ്കെടുത്തു. तेरी आँखों का इशारा समझे है दिल हमारा, कभी ख्वाबों में आके जरा मिल, तेरे पीछे ये बेचारा फिरता है मारा मारा, तेरी सांसों की तू है. സംസ്ഥാന പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെർപ്പുളശ്ശേരി ജനമൈത്രി പോലീസ്, ചെർപ്പുളശ്ശേരി നഗരസഭ, മേരാ ഭാരത് പാലക്കാട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റൺ മലബാർ റൺ 2026 മാരത്തോൺ സംഘടിപ്പിച്ചത്. റൺ ഫോർ ലൈഫ്, നോട്ട് ഫോർ ഡ്രഗ്സ് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച 6 കിലോമീറ്റർ മാരത്തോൺ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റീന എസ് രാവിലെ 6 മണിക്ക് ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികൾ, യുവാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി 100 കണക്കിന് പേർ മാരത്തോണിൽ പങ്കെടുത്തു. മാരത്തോണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയികൾക്ക് 1ഉം 2ഉം സമ്മാനങ്ങളും 10 പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും ടീഷർട്ട്, മൊമന്റോ, പ്രഭാത ഭക്ഷണം, മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിരുന്നു. പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും, പ്രവർത്തകർക്കും, പൊതുജനങ്ങൾക്കും, നാട്ടുകാർക്കും സംഘാടകർ നന്ദി അറിയിച്ചു. CCN, ചെർപ്പുളശ്ശേരി. അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോൾ തന്നെ VD സതീശൻ സർക്കാർ സംഘപരിവാറിന്റെ വിനീതദാസന്മാരുടെ സർക്കാരാണെന്ന് തെളിഞ്ഞു വരികയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSS അജണ്ടയോട് വിധേയത്വം പ്രകടിപ്പിക്കാൻ മന്ത്രിമാർ മത്സരിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJPക്ക് 3 MLA-മാരാണ് കേരള നിയമസഭയിൽ ഉള്ളതെങ്കിലും ഭരണത്തിൽ അവരുടെ അജണ്ടയാണ് UDF ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSനോടുള്ള വിധേയത്വം ഓരോ മന്ത്രിമാരും മത്സരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ചില മന്ത്രിമാർ പതുക്കെയും ചില മന്ത്രിമാർ ഉറക്കെയും RSSനോടുള്ള കൂറ് പരസ്യമാക്കി പ്രഖ്യാപിച്ച് വരുന്നു. PMAY പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളിൽ മോഡിയുടെ പടവും ലോഗോയും വെക്കുന്നതിൽ എന്താണ് കുറ്റം, തെറ്റ് എന്നാണ് KM ഷാജി എന്ന മന്ത്രി ചോദിക്കുന്നത്. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഷാജി ന്യായീകരിക്കുന്നത്. ഇത് അൺഹെൽത്തി ഡിബേറ്റിന്റെ പ്രശ്നമല്ല, ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ വിഷയമാണ്. ന്യൂസ് ഡെസ്ക് CCN. പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ ചായമുക്ക് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും വന്ന കാറും പിക്കപ്പ് ലോറിയുമാണ് ഒരേ സമയം റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
പുലർച്ചെയായതിനാലും കട പ്രവർത്തിക്കാതിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനയാത്രക്കാരും കുറവായിരുന്നു. കട പൂർണ്ണമായും തകർത്തുകൊണ്ട് വാഹനങ്ങൾ ഇടിച്ചു കയറിയെങ്കിലും ഇരു വാഹനങ്ങളിലെയും യാത്രക്കാർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. റോഡിന്റെ അശാസ്ത്രീയമായ വീതി കുറവാണ് ഈ ജംഗ്ഷനിൽ നിത്യേനയെന്നോണം അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ സ്ഥിരമായിട്ടൊരു അപകട മേഖലയാണ്. ഇവിടെ അധികാരികൾ ആരും ശ്രദ്ധിക്കണില്ല. ഇവിടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു കാറ് സ്കൂട്ടറിനെ തെറിപ്പിച്ചു. ഇങ്ങനെ 2-3 അപകടമായി തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് സംഭവിക്കുന്നു. ഇവിടെ അധികാരികൾ കണ്ണു തുറന്ന ഒരു ഡിവൈഡർ അവിടെ ഇവിടെയും സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു അമ്പോ എന്തെങ്കിലും ഒരു ചെയ്യണം. ഇത് നാട്ടുകാർക്കും ഭയങ്കര ശല്യമാണ്. സ്കൂൾ കുട്ടികളും ഇതൊക്കെ പാസ് ചെയ്യുന്ന ഏരിയയാണിത്. വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പോലുമുള്ള വീതി ഈ ഭാഗത്തില്ല. കൂടാതെ അപകട സാധ്യത മുന്നറിയിപ്പ് നൽകുന്ന യാതൊരുവിധ സൈൻ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് അമിത വേഗതയിലെത്തുന്ന ബസ്സുകൾ കൂടി ഈ ഭാഗത്ത് തിരിയുന്നതോടെ ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മരണം വരെ സംഭവിച്ചു. നമ്മളെ കുമാരി ചേച്ചി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ എന്നും കാണണം, പല സൗണ്ടുകളും ഒന്ന് നോക്കുമ്പോഴൊക്കെ ആക്സിഡൻറ്റ് നടക്കണം. ഇവിടെ വന്ന് വൈദ്യുതി നടത്തണം, പിന്നെ സൂചനാ ബോർഡുകൾ വെക്കണം. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരത്തിൽ നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ ചായമുക്ക് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും വന്ന കാറും പിക്കപ്പ് ലോറിയുമാണ് ഒരേ സമയം റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട്ടെ ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിൽപ്പന നടത്തിയ സമൃദ്ധി ലോട്ടറിക്ക് 1ാം സമ്മാനമായ 1 കോടി രൂപ. എന്നാൽ ഇതേ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ഇതര സംസ്ഥാന തൊഴിലാളിക്ക് 2 നമ്പറുകൾക്കാണ് 1ാം സമ്മാനം നഷ്ടമായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.